ഹലോ മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? ഇറ്റ്സ് മീ ഷെഫീഖ് MSK. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാ നമ്മൾ മറാത്ത കിങ്ഡത്തെ കുറിച്ചിട്ടാണ്. നമ്മുടെ CBSE 8th 3rd ചാപ്റ്ററിലെ റൈസ് ഓഫ് ദി മറാത്താസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ മറാത്ത കിങ്ഡത്തിന്റെ ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററില് സുൽത്താനറ്റ് എംപയറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലടാ. സുൽത്താനറ്റ് എംപയറിന്റെ കീഴിൽ പിന്നെ ബഹ്മനി സുൽത്താനറ്റ് ഉണ്ടായി, അവിടെ പിന്നെ ഡെക്കാൻ സുൽത്താനറ്റ് ആയതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ഡെക്കാൻ സുൽത്താനറ്റില് 5 സുൽത്താനറ്റ് ഉണ്ടായിരുന്നു: ബീജാപ്പൂര്, ഗോൾക്കൊണ്ട, അഹമ്മദ്നഗർ എന്നൊക്കെ പറഞ്ഞിട്ടാ. ഇവിടെ ബീജാപ്പൂരിലായിരുന്നു ആരുടെ ജനനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബീജാപ്പൂരിലെ ഒരു ഗവർണർ ആയിരുന്നു ഷഹജി എന്ന് പറയും, അതായത് ശിവജിയുടെ അച്ഛൻ, ഫാദർ. അദ്ദേഹത്തിന്റെ കാലത്താണ് ശിവജിയുടെ ഉദയം വരുന്നത്. എങ്ങനെ നോക്കൂ നിങ്ങളടാ. ഛത്രപതി ശിവജി വാസ് ബോൺ ഇൻ 1630 ടു ഷഹജി ആൻഡ് ജീജാബായ് ഓഫ് ദ ബോൺസ്ലെ ക്ലാൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ബീജാപ്പൂർ സുൽത്താന്റെ പാലസിൽ ഉണ്ടായിരുന്ന മെയിൻ ഒഫീഷ്യൽ ആയിരുന്നു ഷഹജി എന്ന് പറയുന്ന. അവർക്ക് ഉണ്ടായിരുന്ന ക്ലാനാണ്, അവർ വലിയൊരു ഫാമിലി ആയിരുന്നു. അവരുടെ മദറുടെ പേരാണ് ജീജാബായ്. അവർക്ക് മകനായിട്ടാണ് ആര് വരുന്നത്? ഛത്രപതി ശിവജി വരുന്നത്. എന്നിട്ടോ ഷാജി, ഇവിടെ നോക്കൂ നിങ്ങളെ, ഷഹജി സെർവ്ഡ് ദ ഡെക്കാൻ സുൽത്താനേറ്റ് ആൻഡ് വാസ് ഓഫ്റ്റൻ അവേ ഫ്രം ഹിസ് ഫാമിലി. അതായത് ഷഹജി രാജാവിന്റെ കീഴിലായതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ ഉണ്ടാവാറില്ല, തന്റെ മകന്റെ കാര്യത്തിൽ നിന്ന് വലിയ ശ്രദ്ധ ഒന്നും അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം മുഴുവനായിട്ട് ആ ബീജാപ്പൂർ സുൽത്താന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ആയിരുന്നു ആർക്കുണ്ടായിരുന്നതാ? ശിവജിയുടെ ഫാദർ ആയിരുന്ന ഷഹജിക്ക് ഉണ്ടായിരുന്നതാ. എന്നിട്ടോ Shivaji grew up at the Pune under the guidance of Jijabai and trusted officials. എന്നാലും ഫാദർ എന്ത് ചെയ്തു? തന്റെ മകന് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പൂനെയിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ലാൽ മഹലിൽ വെച്ചിട്ട് ജീജാബായിയുടെയും ട്രസ്റ്റഡ് ഒഫീഷ്യൽസിന്റെയും കൺട്രോളിലാണ്, അവരുടെ അണ്ടറിലാണ് ആര് വളർന്നു വന്നത്? നമ്മുടെ ശിവജി വളർന്നു വന്നതാ. എന്നിട്ടോ ഹി റിസീവ്ഡ് ഗുഡ് വാല്യൂസ് ആൻഡ് എ സൗണ്ട് എഡ്യൂക്കേഷൻ. അദ്ദേഹം എന്തൊക്കെ നല്ല വാല്യൂസിനെ കുറിച്ചും നല്ല എഡ്യൂക്കേഷനൊക്കെ, എങ്ങനെ നമ്മൾ മറ്റുള്ളവർ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം കറക്റ്റ് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ആര് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ശിവജി പഠിച്ചിട്ടുണ്ടോ. എന്നിട്ടോടാ നോക്ക് നിങ്ങളെ, The Pune region was affected by constant conflicts among the Deccan Sultanates. ഈ പൂനെക്ക് വേണ്ടിയിട്ട് അവിടെ വലിയ രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. ബീജാപ്പൂർ സുൽത്താനും ഗോൾക്കൊണ്ട സുൽത്താനും അഹമ്മദ്നഗർ സുൽത്താനും അവരൊക്കെ തമ്മിൽ പ്രധാനമായിട്ട് 5 സുൽത്താനേറ്റ് അവിടെ ഉണ്ടായിരുന്നതാ. ഇവർ തമ്മിൽ പൂനെക്ക് വേണ്ടി നിരന്തരം കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഏതായാലും നോക്കൂ നിങ്ങളോ, ഇദ്ദേഹത്തിന്റെ ഛത്രപതി ശിവജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വിഷൻ ഓഫ് സ്വരാജ്യ എന്ന് പറയും. എക്സാമിന് ചോദിക്കട്ടോടാ, വിഷൻ ഓഫ് സ്വരാജ്യ. എന്താണ് വിഷൻ ഓഫ് സ്വരാജ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വരാജ്യ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് തന്നെ സെൽഫ് റൂൾ എന്നാണ്. എന്താണ്? സെൽഫ് റൂള്. മക്കളെ MCQ ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. വിഷൻ ഓഫ് സ്വരാജ്യ എന്ന് പറഞ്ഞ വിഷൻ കൊണ്ടുവന്നത് ആരാണ്? ഛത്രപതി ശിവജിയാണ്. ഒരു മാർക്കിന് MCQ ഒക്കെ ചോദിക്കും. നോക്കൂ നിങ്ങൾ, അറ്റ് ദ ഏജ് ഓഫ് 16 ശിവജി ബിഗൻ ഹിസ് മിലിറ്ററി ക്യാമ്പയിൻസ്. 16-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം എന്ത് ആരംഭിച്ചിട്ടുണ്ടാ? അദ്ദേഹത്തിന് മിലിറ്ററി ക്യാമ്പയിൻസ്. നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഏജ് ആയിട്ടുണ്ടാ? 13 or 14 ഏജ് ആയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തന്റെ 16th ഏജിൽ 16-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം എന്ത് മിലിറ്ററി ക്യാമ്പയിൻസ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നിട്ടോ he captured neglected and unoccupied forts around Pune. അദ്ദേഹം ആദ്യം തന്നെ പോയിട്ട് വലിയ അറ്റാക്കൊന്നും നടത്തിയില്ല. വല്ലാണ്ടൊന്ന് ചെറിയ ഫോർട്ടും കാര്യങ്ങളൊക്കെ പൂനെയിൽ ഉണ്ടായിരുന്നു. അതിന് നേരം അതിന്റെ ആർമിയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ചില ഫോർട്ടുകളും അത്തരത്തിൽ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള പല ഫോർട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ he strengthened the defense of these forts. ഈ കോട്ടകളിലൊക്കെ വെച്ച് അദ്ദേഹത്തെ ഡിഫൻസ് ഫോഴ്സ് ഒന്ന് സെറ്റാക്കി. കാരണം അവർക്കൊരു ഏരിയ വേണം, അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ അദ്ദേഹം അവിടെ വെച്ച് അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ആണ് അദ്ദേഹത്തിന്റെ ആർമി അദ്ദേഹം നല്ല സ്ട്രോങ് ആക്കി മാറ്റി. എന്നിട്ടോടാ ഈ എയിംഡ് ടു എസ്റ്റാബ്ലിഷ് എ സോവറിൻ കിങ്ഡം കോൾഡ് സ്വരാജ്യ. സാർ പറഞ്ഞില്ലേ, സ്വരാജ്യ എന്ന് പറഞ്ഞൊരു കിങ്ഡം, അതായത് ബീജാപ്പൂർ സുൽത്താനൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ടാ, ബീജാപ്പൂർ സുൽത്താനെ റിജക്ട് ചെയ്തിട്ടാ തന്റെ മറാത്ത കിങ്ഡം, മറാത്ത ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് ഒരു കിങ്ഡം വേണം, സ്വരാജ്യ കിങ്ഡം വേണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ എയിം, വിഷൻ എന്ന് പറയുന്നത്. His vision gradually expanded into political, economic and cultural sphere. അതിന് ആ ഒരു വിഷൻ ഉണ്ടല്ലോ, മറാത്തക്കാർക്ക് ഒരു കിങ്ഡം വേണമെന്ന് തോന്നല്, അത് വലിയ രീതിയിൽ സ്പ്രെഡ് ആയിട്ട് മാറി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടോ? പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് മാറി. അദ്ദേഹത്തിന്റെ രീതിയിൽ ഒരു മറാത്ത നേവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു നേവി ഫോഴ്സ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടോ? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? മറാത്തയിൽ. നോക്കൂ നിങ്ങൾ, ശിവജി എക്സ്പാൻഡ് ഹിസ് കിങ്ഡം ടു ഇന്ത്യാസ് വെസ്റ്റേൺ കോസ്റ്റ്. അദ്ദേഹം ബീജാപ്പൂർന്നൊക്കെ ഫ്രീ ആക്കിയിട്ട് ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അദ്ദേഹം വെസ്റ്റേൺ കോസ്റ്റ്, അത് വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ള? നമ്മുടെ ഈ ഭാഗത്തേക്ക്, അതായത് അദ്ദേഹം ഇവിടെ എന്താ പറയാ, നമ്മളെ ഗുജറാത്ത് ആ ഭാഗത്തേക്ക് വരുമ്പോൾ കൊങ്കൺ, മുംബൈയിൽ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മളെ
വെസ്റ്റേൺ ഭാഗം, ആ ഭാഗത്തേക്ക് അവിടുന്ന് പല അറ്റാക്സ് ഒക്കെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അവിടെ അദ്ദേഹം എന്താ ഒരു നേവി അദ്ദേഹം ഫിക്സ് ആക്കി വെച്ചു. എന്നിട്ടോ ഹി റിയലൈസ് ദ നീഡ് ഓഫ് എ സ്ട്രോങ് നേവി ടു പ്രൊട്ടക്ട് ദ കോസ്റ്റ് ലൈൻ. അതായത് പലതരത്തിലുള്ള യൂറോപ്യൻസ് പല ഇൻവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അദ്ദേഹം ഒരു കോസ്റ്റ് ലൈൻ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നേവി ഫോഴ്സ് തന്നെ ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ദ മറാത്ത നേവി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു സേഫ് ഗാർഡ് കോസ്റ്റൽ റിസോഴ്സസ്. അവർ കോസ്റ്റൽ റിസോഴ്സസ് എല്ലാം അതിലൂടെ എന്ത് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തു. എന്നിട്ടാ ഇറ്റ് ബിക്കെയിം വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഓർഗനൈസ്ഡ് നേവൽ ഫോഴ്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയെ തന്നെ നോക്കുമ്പോൾ ആദ്യമായിട്ടാ നേവി ഫോഴ്സ് തന്നെ ഇന്ത്യക്കാരുടേതായിട്ട് കൊണ്ടുവന്നത് ആരാണ്? അത് ശിവജിയാണ് കേട്ടോ. ആരാണ്? ശിവജിയാണ്. ഇറ്റ്സ് അച്ചീവ്മെന്റ്സ് ലേറ്റർ ബിക്കം ലെജൻഡറി. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് ഒക്കെ വളരെ രീതിയിൽ എന്തായിട്ടുണ്ട്, പിന്നീട് ലോകത്തെ വലിയ രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്ര നമ്മൾ ശിവജിയെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ചും വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് ഇതിന് നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ബാച്ച് ഉണ്ട്, സൂപ്പർ ബാച്ച് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കമ്മ്യൂണിറ്റി, നമ്മളെ ഇതിൽ പിന്നായിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നോട്ട്സും ഇതേപോലത്തെ പല വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ എജുപോർട്ടിന്റെ നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സാർ വരാം. അതുവരെ ഗുഡ് ബൈ.